ദേവ് ട്രാവൽ വേൾഡിൻ്റെ 132ാമത്തെ വീഡിയോ. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ കോട്ടകളിലൊന്നായ ചിത്രദുർഗ ഫോർട്ടിലേക്കാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 11ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലയളവിൽ ചാലൂക്യരും ഹൊയ്സാലരുമാണ് ഇതിൻ്റെ പണി തുടങ്ങിവെച്ചത്. എന്നാൽ 15-18 നൂറ്റാണ്ടുകൾക്കിടയിൽ ദക്ഷിണേന്ത്യ ഭരിച്ച വിജയനഗര സാമ്രാജ്യ ഭരണകാലത്ത് ചിത്രദുർഗയിലെ നായകാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് കോട്ട ഇന്നത്തെ നിലയിൽ വികസിപ്പിച്ചത്. അവരുടെ ഇടയിലെ മദകരി നായകൻ എന്ന ഫ്യൂഡൽ പ്രഭുവാണ് 16ാം നൂറ്റാണ്ടിൽ കോട്ട വിപുലീകരിച്ചത്. 1779 മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി കോട്ട പിടിച്ചെടുക്കുകയും കൂടുതൽ ബലപ്പെടുത്തുകയും ഉണ്ടായി. ശേഷം അധികാരത്തിൽ വന്ന ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താൻ്റെ കീഴിൽ വന്ന ഈ കോട്ട അദ്ദേഹത്തിൻ്റെ പതനത്തെ തുടർന്ന് 1799 ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കോട്ട അവരുടെ ഭരണകേന്ദ്രമായും സൈനിക കേന്ദ്രമായും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 16 കിലോമീറ്റർ നീളമുള്ള മതിലുകൾ വൈദേശിക ആക്രമണങ്ങളെ ചെറുക്കാൻ കോട്ടയെ സജ്ജമാക്കി. 7 സുറ്റിന കോട്ടെ, ദ ഫോർട്ട് വിത്ത് 7 റിങ്സ്, 7 ചുറ്റുമതിലുകളുടെ കോട്ട എന്നറിയപ്പെടുന്ന ചിത്രദുർഗ കോട്ട ഭംഗിയേറിയ കന്മതിലുകളും വമ്പൻ ഗോപുരങ്ങളും കൊണ്ട് പ്രസിദ്ധിയാർജിച്ചതാണ്. ഏതാണ്ട് 1500 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ടയിൽ 19 പ്രവേശന കവാടങ്ങളും 38 പിൻവാതിലുകളും ഉണ്ട്. 35 രഹസ്യ കവാടങ്ങളും 4 അദൃശ്യ കവാടങ്ങളുമുള്ള ഈ കോട്ട ശത്രുക്കൾക്ക് അത്ര എളുപ്പം കീഴടക്കാൻ കഴിയില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ സൈനികർക്കും മറ്റും ഒളിക്കുന്നതിനും രക്ഷപ്പെടുന്നതിനും ഉള്ള തുരങ്കങ്ങളും ഗുഹകളും ഈ കോട്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇവയിൽ പലതും ഇന്ന് നിലവിലില്ല. ദീർഘനാളത്തെ കോട്ട ഉപരോധം ഫലിക്കാതെ വന്നപ്പോൾ ഹൈദരലിയുടെ സൈനികർ തുരങ്ക പ്രവേശനം കണ്ടെത്തി അതുവഴി കടന്നു വരുന്നത് കിണറിൽ നിന്നും വെള്ളം കോരുന്ന ഒരു സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റ് സൈനികരുടെ അഭാവത്തിൽ സമീപത്ത് കണ്ട ഉലയ്ക്ക കൊണ്ട് വഴിക്ക് വഴി വന്ന 20 ശത്രു സൈനികരെ വധിച്ച ഒബവ്വ എന്ന വനിതയുടെ ധീരതയാണ് ഹൈദരലിയുടെ ആദ്യ ശ്രമം പരാജയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. കോട്ടയ്ക്കകത്തുള്ള ഒരു ക്ഷേത്രത്തിനകത്തേക്കാണ് ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏകനാഥേശ്വരി ക്ഷേത്രം. കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തുന്ന മേൽക്കൂരയുള്ള, അതും കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ട മേൽക്കൂരകളുള്ള ധാരാളം അറകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഇടനാഴിയിൽ ഒരു നന്ദിയുടെ പ്രതിമ കൂടിയുള്ള ഈ ക്ഷേത്രത്തിനകം നല്ല ഇരുട്ടാണ്. അകത്ത് പൂജാരിയുടെ നേതൃത്വത്തിൽ പൂജയും നടക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ 4 കൊട്ടാരങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലുള്ള അനേകം ക്ഷേത്രങ്ങളും ഈ കോട്ടയ്ക്കകത്തുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും അക്കാലത്ത് കോട്ട സ്വയം പര്യാപ്തമായ ഒരു നഗരമാണെന്ന് പറയാം. മനോഹരമായ കൊത്തുപണികളുള്ള ഏറെ നിർമ്മിതികൾ ഈ മലമുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈദരലിയുടെ കാലത്ത് ഒരു മസ്ജിദും ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടമതിലുകൾ മുഴുവൻ കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
എങ്കിലും കുറേ പേർ ഏറെ സാഹസികമായി കോട്ടയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിനും പ്രത്യുൽപാദനത്തിനും കോട്ടയുടെ സംരക്ഷണത്തിനുമായി ചടങ്ങുകൾ നടത്തുന്ന ഒരു വേദിയാണ് ഈ കാണുന്നത്. ഹിഡിംബേശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ വേദി പണിതിട്ടുള്ളത്. ചിത്രദുർഗയിലെ നായകന്മാരുടെ കാലത്തെ ദേവതയായ ഭവാനി ദേവതയെ പ്രീതിപ്പെടുത്താൻ സ്ത്രീകൾ നടത്തിയിരുന്ന ഈ ചടങ്ങ് സൈനികരുടെ യുദ്ധവിജയത്തിനു വേണ്ടിയും നടത്താറുണ്ടായിരുന്നു. ഇവിടെയുള്ള ഹിഡിംബേശ്വര ക്ഷേത്രത്തിലും പൂജാരിയെയും ഭക്തന്മാരെയും കാണാൻ കഴിഞ്ഞു. കുടക്കല്ല് എന്നർത്ഥം വരുന്ന ചക്രകൽ ദുർഗ് എന്നാണ് മുൻകാലങ്ങളിൽ ഈ കോട്ട അറിയപ്പെട്ടിരുന്നത്. പുരാതന നഗരമായിരുന്ന ഹംപിക്ക് തെക്ക് 120 കിലോമീറ്റർ അകലെ വേദാവതി നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചിത്രദുർഗ കോട്ട ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഒരു സ്മാരകമാണ്. ചിത്രദുർഗ കോട്ടയ്ക്കുള്ളിലെ ഹിഡിംബേശ്വര ക്ഷേത്രം, ഏകനാഥേശ്വര ക്ഷേത്രം, ശ്രീസിദ്ധേശ്വര ക്ഷേത്രം, പഴയ കൊട്ടാരങ്ങൾ, രഹസ്യ ഗുഹകൾ, വലിയ ജലാശയങ്ങൾ എല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. AD 3-ാം നൂറ്റാണ്ടിലെ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളും ഈ കോട്ടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയുടെ പാതി ഉയരം താണ്ടിയ ഞങ്ങൾക്ക് തന്നെ ചിത്രദുർഗ ജില്ലയുടെ വിശാലമായ ഒരു ഭൂപ്രദേശം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നട്ടുച്ച വെയിലിൽ മല കയറിയ ഞങ്ങൾക്ക് ഈ മലമുകളിൽ വീശുന്ന തണുത്ത കാറ്റ് വലിയൊരനുഗ്രഹമായി. കോട്ട കയറുന്ന സന്ദർശകർ കുടിവെള്ളവും സ്നാക്സും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഈ കോട്ട സന്ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ്. ഈ മലകളിലെ മനോഹരമായ പ്രകൃതിയും പാറക്കൂട്ടങ്ങളും നിർമ്മിതികളും സായാഹ്ന സൂര്യൻ്റെ പൊൻപ്രഭയിൽ കാണുന്നത് ഏറെ നയനാനന്ദകരമാണ്. ചിത്രദുർഗ ഫോർട്ടിൽ നിന്നും കാഴ്ചകൾ കണ്ടു മടങ്ങുന്ന വഴിയാണ്. കോഴിക്കോട് സിറ്റി ഉപജില്ലയിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകർക്കും എനിക്കും നല്ലൊരു അനുഭവമാണ് ഈ യാത്ര കാഴ്ചവെച്ചത്. മൗര്യ സാമ്രാജ്യ ഭരണകാലത്ത് ഈ ഭൂപ്രദേശം അവരുടെ കീഴിലായിരുന്നു. ചരിത്രം, വാസ്തുവിദ്യ, വീരകഥകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന ചിത്രദുർഗ കോട്ട ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലെ ഒരു അനശ്വര സ്മാരകമാണെന്ന് പറയാം. ഹംപി സന്ദർശിക്കുന്ന സഞ്ചാരികൾ തങ്ങളുടെ മസ്റ്റ് വിസിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാഴ്ച സ്ഥലങ്ങളിലൊന്നായി ചിത്രദുർഗ കോട്ടയെ പരിഗണിക്കാം. ആന, മുതല, മുയൽ എന്നീ മൃഗങ്ങളുടെ ആകൃതിയോട് സാമ്യമുള്ള പാറകൾ ഈ വഴിയിൽ സഞ്ചാരികളിൽ കൗതുകമുണർത്തുന്നു. സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന മങ്കിമാൻ മകരജ്യോതിരാജിൻ്റെ പ്രകടനം ഈ കോട്ട വഴിയിലാണുള്ളത്. ഓൺലൈനിലും ടിക്കറ്റ് എടുത്ത് കയറാൻ കഴിയുന്ന ചിത്രദുർഗ കോട്ടയിൽ ഇന്ത്യക്കാർക്ക് ആളൊന്നിന് 25 രൂപയും വിദേശികൾക്ക് 250 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. വഴിവക്കിലെ ഈ ക്ഷേത്രത്തിലും പൂജാരിയുണ്ട്. ചാനലിലെ മങ്കിമാൻ്റെ വീഡിയോ കൂടി കാണണേ. കർണാടകയിലെ ഹംപി നഗര കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.